ഞാൻ ഡോക്ടർ ഗൗരി, പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. നിങ്ങൾ കേൾക്കും മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നൊക്കെ. നമുക്ക് തന്നെ തോന്നാറില്ലേ എന്തിനാണ് ഈ ചെക്കപ്പ്സ് ഒക്കെ ചെയ്യണം? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കുറച്ച് പറഞ്ഞു തരാം. ഒരു 40-45 വയസ്സാകുമ്പോഴാണ് നമ്മളെല്ലാവരോടും പറയുക ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യൂ. ഇപ്പം നമുക്ക് അസുഖങ്ങളൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു അസുഖവും അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടില്ല. അത് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഈ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഓരോ കോശത്തിനും ചേഞ്ചസ് വരുമ്പോൾ ആദ്യം ഒരു കോശം നോർമലായിരിക്കും, പിന്നെ അതിന് ചെറുതായിട്ടൊരു ചേഞ്ച് വരും. അങ്ങനെ 2-3 സ്റ്റേജ് ചേഞ്ചസ് വന്നതിന് ശേഷം മാത്രമേ അതൊരു ക്യാൻസറായിട്ടോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു രൂപത്തിലാവുള്ളൂ. അപ്പോൾ ഇതിന് മിനിമം ഒരു 2-2.5 കൊല്ലം എടുക്കും. അതിന് മുമ്പ് നമ്മൾ ആ സമയത്ത് ഒരു 2-2.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നോ. അതേമാതിരി അതിനെ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ക്യാൻസർ തന്നെ ആവണമെന്നില്ല, ഡയബറ്റീസ് ഒരു ഫാസ്റ്റിംഗ് PPയും ചെയ്യാം. അല്ലെങ്കിൽ ഇനി എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് എത്ര ഗ്ലൂക്കോസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്ന്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ആ ലാബിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് നമുക്കൊരു ഡയബറ്റിക് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതശൈലി മാറ്റണം. ഇതുമാതിരി തന്നെയാണ് വേറെ കോശങ്ങളിലുള്ള ക്യാൻസറോ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്ത് ചെക്കപ്പ്സ്, ബ്ലഡ് ടെസ്റ്റുകൾ, നോർമൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. കൊളസ്ട്രോൾ കൂടുണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലൈപ്പിഡ്സ് ഒക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ എങ്ങനെയുണ്ട്, ലിവർ എങ്ങനെയുണ്ട്. പിന്നെ വേറൊന്നാണ് ഇപ്പോൾ ലിവറിൻ്റെ എൻസൈംസൊക്കെ ശരിയാണോ, അങ്ങനെയുള്ളതൊക്കെ നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എക്സ്റേ എടുക്കാം, അബ്ഡോമിനലിൻ്റെ ഒരു സ്കാൻ ചെയ്യാം. അതേമാതിരി സ്ത്രീകളാണെങ്കിൽ 45 വയസ്സിന് മുകളിലൊരു സ്ത്രീ ആണെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യാം. സപ്പോസ് നമുക്ക് ഒന്നുമില്ല എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടും മാമോഗ്രാം കൃത്യം 3 വർഷം കഴിഞ്ഞിട്ടും ചെയ്താൽ മതി. പക്ഷേ വീട്ടിലാർക്കെങ്കിലും സ്വന്തം ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാമോഗ്രാം നമ്മൾ 3 കൊല്ലം വരെ കാക്കരുത്, 1-1.5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 1 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. നമ്മൾ അതേമാതിരി തന്നെയാണ് ആണുങ്ങൾക്ക് വരുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നേരത്തെ കണ്ടുപിടിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യൂ. അതേമാതിരി തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.